നല്ല ചിക്കൻ ലോലിപോപ്പ് തിന്നോണ്ട് നല്ല സോഫ്റ്റ്. റിബ്സ് അറിയാലോ അല്ലേ നിങ്ങൾക്ക്, ഇത്രയും സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പുറത്ത് നല്ല ക്രഞ്ചി. ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീല് കിട്ടിയോ? പുരിഞ്ചിരിക്കാ ரொம்ப പ്രമാദമാ ഇருக்கு, ரொம்ப സോഫ്റ്റ്. അന്നമ്മ 10 മാസം ഗർഭിണിയായി, മിക്കവാറും 12 മാസത്തിന്റെ ലെവലായി. ഇനി പോകത്തില്ല ഒന്നും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഒരു കല്യാണം ഉറപ്പിച്ചാൽ 1 മാസം മുതലേ നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങും. നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് പാരൻസിനോട് ചോദിച്ചാൽ മതി. ഇടിക്കലും പൊടിക്കലും വറക്കലും മീൻകറിയൊക്കെ 2 ആഴ്ച മുമ്പേ ഉണ്ടാക്കി വെക്കും. ഇറച്ചി, ബീഫ് ഉലർത്തിയത്, വറുത്തത്, അതൊക്കെ ഒരാഴ്ച മുമ്പേ ഉണ്ടാക്കി വെക്കും. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവരുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് വറുത്തും പൊടിച്ചു പിടിച്ചും കൊണ്ടുവരും. പിന്നെ ശരിക്കും അതൊരു മാമാങ്കമാണ്, കല്യാണ മാമാങ്കം അല്ലേ? എല്ലാവരും കൂടിയിരുന്ന് വട്ടം ഇരുന്ന് സൊറ പറഞ്ഞും വിശേഷം പറഞ്ഞും ഇന്നത്തെ തള്ളും ട്രോളും ഒക്കെ ചെയ്തിട്ടും ആ കല്യാണ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവരാണ്. അത് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ചെറുക്കനും പെണ്ണും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന എന്താണ് ഒരു ഇവന്റ് ആയിരുന്നു. പിന്നെ അത് മാറി 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 ആ സർക്കിള് ചുരുങ്ങി. ആളുകളില്ല, സൗകര്യങ്ങൾ കൂടുതലാണ് എല്ലാവർക്കും, പക്ഷെ ആളുകളില്ല, ഇതിന്റെ പുറകെ നടക്കാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള സംഭവം വന്നത്. നമ്മുടെ ഒരു കല്യാണം ശരിയായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ആഗ്രഹിക്കുക? നമ്മൾ ഫ്രീ ആവണം, പാരൻസ് ഫ്രീ ആവണം, റിലേറ്റീവ്സ് ഫ്രീ ആവണം, ചെറുക്കനും പെണ്ണും ഫ്രീ ആവണം. ഇതിന്റെ പുറകെ ഒന്നും നടക്കണ്ട അല്ലേ? അങ്ങനെ ഒരു പരിപാടി നിങ്ങളോട് പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ എടപ്പാള്, തിരൂര്, പരപ്പനങ്ങാടി ഒക്കെയുള്ള ബ്രൈറ്റ് ഇവന്റ്സ് ആൻഡ് ലൈവ് കിച്ചണാണ്. 10-15 വർഷമായിട്ട് ഇവർ കാറ്ററിംഗ് സർവീസ് രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരിതാ ഇവന്റ് മാനേജ്മെന്റിലേക്കും കൂടെ കടന്നേക്കാണ്. ചെറുക്കനെയും പെണ്ണിനെയും മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി, കല്യാണം നടത്തി സെറ്റാക്കി നമ്മുടെ മുമ്പിലേക്ക് തരും. അപ്പോൾ ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ഫുഡാണ്. നമ്മൾ കോഴിക്കോട് പോകുന്ന വഴിക്ക് 1-2 തവണ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിൻസി ചേച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ കടയും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം കോഴിക്കോട് ഇവന്റ്സിലെ പരിപാടിയിലായിരുന്നു എന്നൊക്കെ അറിയില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇപ്പോൾ ഉദ്ഘാടനത്തിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഈ ഒരു കാര്യം നിങ്ങളെ കൂടെ ഞാൻ അറിയിക്കാമെന്ന് വിചാരിച്ചു. വളരെ എന്താ പറയുക, എക്കണോമിക്കലായിട്ട് നമുക്ക് ഇവർ ഉണ്ടാക്കി തരും. പിന്നെ വലിയൊരു ടർഫ് ഉണ്ട് ഇവിടെ. സാധാരണ കളികൾ നടക്കുന്നുണ്ട്, പക്ഷെ അത്യാവശ്യം വലിയ ഇവൻറ്റ്സും ഫങ്ഷൻസും ഒക്കെ അവിടെ നടത്താനുള്ള ലൈറ്റും സെറ്റപ്പും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കത്തി ഇപ്പോൾ തൽക്കാലം നിർത്തിയിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്താ, ഫുഡല്ലേ? നമുക്കൊന്ന് നോക്കാം. എങ്ങനെ, ഇതെന്താണ് സെറ്റപ്പ്? അയ്യോ, സൗണ്ട് തീരെ ഇല്ല. ഞാൻ ഒരു പീസ് അങ്ങോട്ട് തരട്ടെ. ചേട്ടന് നാണം വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇരുന്നതാ ബീഫിന്റെ റിബ്സ് കണ്ടാ. നമ്മളിതിന്റെ കറി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇത് കറിയല്ല, അവിടെ ഫ്രൈ ചെയ്താണോ? ഇത് ഫ്രൈ ആണോ? ബേക്ക് ചെയ്തിട്ട് പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്യുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഫുൾ ഡീപ്പ് ഫ്രൈഡ് ഒന്നും അല്ല കേട്ടോ. ഒരു സ്മെല്ല് ആദ്യം നോക്കുന്നത്. നമുക്ക് എന്തോ സ്മെല്ല് സെറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണേ, ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ചിക്കൻ ലോലിപോപ്പ് തിന്നോണ്ട് നല്ല സോഫ്റ്റ്. റിബ്സ് അറിയാലോ അല്ലേ നിങ്ങൾക്ക്, ഇത്രയും സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പുറത്ത് നല്ല ക്രഞ്ചി, ഫ്ലേവർ നല്ല അടിപൊളിയാണ്. അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടോ ചേട്ടാ? ചേർത്ത ഇപ്പൊ ഇടിയാണെന്ന്. ഇല്ല കേട്ടോ. സോ സിമ്പിൾ, ഇഷ്ടായിട്ടോ. നമ്മുടെ നൈസ് പത്തിരി അല്ലേ? എന്താ നമുക്ക് കോമ്പിനേഷൻ? ഫിഷ് മോളിയും ഫിഷ് ഗ്രില്ലില്ലേ, അത് രണ്ടും വരട്ടെ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നൈസ് പത്തിരി തിന്നാനൊക്കെ തോന്നുന്നുണ്ട്, കാരണം മൊത്തത്തില് തീറ്റയായിരുന്നല്ലോ. തൽക്കാലം മധുരമുള്ള ജ്യൂസ് അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഫിഷ് മോളി അല്ലെ? ഏതോ ഫിഷ് അത് ഞാൻ പറയാട്ടോ തന്നിട്ട്. ഇത് പക്ക എന്താ പറയാ, ട്രഡീഷണൽ ആയിട്ടുള്ള ഫിഷ് മോളിയാണ്. സാധാരണ ഞങ്ങള് അച്ചായന്മാരാണ് ഇത്രയും ട്രഡീഷണൽ ആയിട്ട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് കാറ്ററിംഗ് അല്ലേ. അപ്പൊ ആദ്യം നമുക്കേ മൊഞ്ചത്തി പത്തിരീനെ അങ്ങോട്ട് ചുരുട്ടിയെടുത്ത് ഗ്രേവിയിൽ നിങ്ങളുടെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം പച്ചമുളകിനെ അതിന്റെ മുകളിൽ വെക്കുക. ഫിഷ് നോക്കിക്കോട്ടെ കേട്ടോ. ഇതാ നല്ല ലെയർ ആയിട്ടുള്ള ഫിഷാണ്, നല്ല ഫ്രഷ് ഫിഷാണ് കേട്ടോ. ഫിഷ് അത്രയും ഫ്രഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പത്തിരി ഫിഷ് സാൻഡ്വിച്ച് പോലെ. അവിടെ നിൽക്കണ, എവിടേക്കാണ് ഈ ഓടണത്? അന്നമ്മയുടെ നിന്ന് ആരും രക്ഷപ്പെട്ട ചരിത്രം ഇല്ലാന്ന്. അപ്പൊ നമ്മളിതാ പത്തിരിയുടെ കൂടെ എടുത്തു, കുഴച്ചു. ലെറ്റ് മീ ട്രൈ. കൊള്ളാട്ടോ. പക്ഷെ എനിക്ക് ചെറിയ സജഷൻ എന്താ ഉള്ളത്, പറയട്ടെ ഇവിടെ ഷെഫിനോട് പറയണം. ഫിഷ് മോളിക്ക് ചെറിയൊരു സ്റ്റൂവിന്റെ ഒരു ചൊവ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ റിൻസേച്ചിയുടെ സുഹൃത്തിന്റെ കടയാണെന്ന് പറഞ്ഞല്ലോ. റിൻസേച്ചി ഒന്ന് നോക്കി. ഇനിയിപ്പോൾ എൻ്റെ വാഴയാണോ എന്ന് എനിക്കറിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഫ്രഷ് മീനുമാണ്.
പക്ഷെ ഒരു സ്റ്റൂവിന്റെ ഒരു ചെറിയൊരു ഷോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ അത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. നോക്ക്, എന്താണ് നിങ്ങളുടെ ഫിഷ് മോണിയുടെ അത്രയും വരില്ല. അത് എന്റെ കിളി പോയിട്ട് എനിക്ക് തോന്നുന്നതാണോ? അല്ല അല്ലേ? പക്ഷെ സംഭവം വെറൈറ്റി ഉണ്ട് കേട്ടോ, ഇല്ലേ? സംഭവം വെറൈറ്റി ആണ്. പക്ഷെ ഒത്തന്റിക് ഫിഷ് മോളി എന്ന് പറയണ്ട, സ്റ്റൂ ഫിഷ് മോളി എന്ന് നമുക്ക് പറയാം. പുതിയൊരു പേരല്ലേ? അടിപൊളി. അപ്പൊ ഞാനിത് തീർത്തോട്ടെ മുത്തേ? മുത്തേ തീർത്തോ മുത്തേ? എന്റെ മുത്ത നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കണത്? വറ്റ ഗ്രിൽഡ് അന്നമ്മ തിന്നും, പക്ഷെ ഇങ്ങനെ ഒന്നും തിന്നില്ല. എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യോ? ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് തരും. വറ്റ ഫിഷിനെ അവര് മുറിച്ചിട്ട് തിരിച്ചു വെച്ചേക്കണം. നമ്മളെ റിൻസേച്ച് എന്നോട് പറയാറുണ്ട്, മൊത്തമായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ മുറിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തെടുക്കുവാണ് കേട്ടോ മീനിനെ. പുള്ളിക്ക് ഭയങ്കര നാണമാണേ. അല്ലേ? നാണാണെങ്കിൽ നിങ്ങളുടെ ചിരി കാണാൻ നല്ല മൊഞ്ചാണ് കേട്ടോ മനുഷ്യ. കരയുന്ന ഫിഷാണ് കേട്ടോ, ഗ്രില്ലാണ്. അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് വലിയൊരു പീസ് അങ്ങോട്ട് തട്ടുവാണേ. കുറച്ച് കാന്താരി മണവും കൂടി ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പക്ക ഹെൽത്തി വേഷം കേട്ടോ. ഒരു തുള്ളി എണ്ണയില്ല, മീനിന്റെ റിയൽ ടേസ്റ്റ് നമ്മുടെ നാവിലെത്തും. പൊന്നാനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കടലിന് വളരെ അടുത്താണല്ലോ. കിഡിലും ഫ്രഷ് ആണ്, ഒന്നുമില്ല. പക്ക വളരെ മിനിമം നമ്മുടെ അറബിക് സ്റ്റൈൽ ഗ്രില്ലൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഹെൽത്തി ആണ്, ടേസ്റ്റും ആണ് കേട്ടോ. ഒരു ഡയറ്റ് വേർഷനായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതെന്ന് വ്യത്യാസമായിട്ട് ഇളനീർ പായസം ഉണ്ട്. മധുരം ഇല്ലാതെയാണ് കേട്ടോ. ഇളനീരിന്റെ എൻ്റെ ഇതിന്റെ മധുരം ഉള്ളൂ. കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മാറ്റിയതാണ്. ഞാൻ മധുരം നിന്നു അന്നമ്മ എന്ന് പറയരുത്, പക്ഷെ ഇതിന് 100 മാർക്കുമാണ് കേട്ടോ. ഇളനീരിന്റെ ആ പിഞ്ച് കാമ്പല്ലേ, വേറെ ലെവല്. സത്യത്തിൽ ഈ കോഫി ടേസ്റ്റേഴ്സ് ഉണ്ട്, അവര് രാവിലെ തൊട്ട് രാത്രി വരെ അവരുടെ പണി എന്താണെന്നറിയോ? കോഫി മാത്രം കുടിക്കുകയാണ്. കുടിച്ച് ബോറടിക്കുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയോ? ഒരു ചായ കുടിക്കും. അതുപോലെയാണ് നോൺ വെജ് കഴിച്ച് കഴിച്ച് അന്നമ്മ നല്ല ടയർഡാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി തിന്നാൽ അപ്പം നമ്മുടെ വായ എന്തായി? ക്ലിയറായി. പുതിയ ഐറ്റം തിന്നുമ്പോൾ പുതിയ ടേസ്റ്റാണ്, അതിൻ്റെ റിയൽ ടേസ്റ്റ്. ചേട്ടാ നാണിച്ച് നിൽക്കാതെ ഐറ്റം കൊണ്ടുവരും. ചിക്കൻ കാരക്കുടി, ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ കഴിക്കാൻ പറ്റുക? ഓക്കെ, കുഞ്ഞ് പൊറോട്ടയാണ് അല്ലേ? ഓക്കെ, കോയിൻ പൊറോട്ടയാണ് കേട്ടോ. ചിക്കൻ കാരക്കുടി നോക്കിക്കേ, ഞാനും റിൻസേജൊക്കെ കാണിക്കുന്ന പോലെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ വറുത്ത് ഭയങ്കര പ്രസൻറ്റേഷനാട്ടോ. ഇവിടെ ഈ ഇവന്റ് മാനേജ്മെന്റ് രംഗത്തുള്ളതുകൊണ്ടാണ് ഭയങ്കര പ്രസൻറ്റേഷനാണത്. അപ്പം നമുക്കിതാ മുളക്, തേങ്ങാക്കൊത്ത്, എല്ലുള്ള പീസല്ലേ അന്നമ്മയ്ക്ക് ഇഷ്ടം, നമുക്കറിയാലോ. ഒരു പീസ് പൊറോട്ടയെ കുഞ്ഞായി മുറിച്ച് കാരക്കുടി ചിക്കനെ അങ്ങോട്ട് വെച്ച്, എല്ലുണ്ടോ എന്ന് നോക്കിക്കോണേ. ഇതിങ്ങനെ വെച്ച് ഒരു തേങ്ങാക്കൊത്ത് വെച്ച് എണ്ണയിൽ വറുത്ത മുളകിൻ്റെ ഒരു പീസ് എടുത്ത് മുറിച്ച് വെച്ച് ഇങ്ങനെ അങ്ങ് ചുരുട്ടി ഇങ്ങനെ അങ്ങ് കഴിച്ചാൽ പൊറോട്ട വേണ്ട. നമ്മൾ വീട്ടിൽ തിന്നുന്ന ഒരു ടേസ്റ്റേ അല്ല, സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റില്ല. ഈ കാറ്ററിംഗുകാരുടെ ഫുഡ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇറ്റ്സ് ഡിഫറെൻറ്റ് റിയലി. പക്ഷെ ഇത് ബോൺലെസ് ആയിരുന്നെങ്കിൽ ഇത്ര രസം ഉണ്ടായിരുന്നില്ല. നല്ല മസാലയാണ് കേട്ടോ. ഓ, ഇത് കൊഞ്ചാണ് അല്ലേ? ബേപ്പൂരിന്ന് കൊണ്ടുവന്ന് നേരെ ഷുവാന്ന് പറഞ്ഞ് ഇറക്കിയ സാധനമാണ്. ഇതിന് പ്രത്യേകിച്ച് ആർഭാടമൊന്നും വേണ്ട. നേരെ എടുത്ത് വെക്കുക, പുള്ളിച്ചേട്ടനെ അങ്ങോട്ട് മാറ്റുക, അങ്ങോട്ട് വെടിപ്പായിട്ട് അങ്ങോട്ട് പൊളിക്കുക. എന്നിട്ട് ഇവനെ നമുക്കേ ഒന്ന് ഉടുപ്പൂരി വിടാം കേട്ടോ. ഉടുപ്പൂരാതെയാണ് ശരിക്കും കഴിക്കേണ്ടതെന്ന് ഇവർ പറയുന്നു. പക്ഷെ അത്രമാത്രം ധൈര്യം എനിക്കില്ല. എനിക്ക് പാലക്കാട് വരെ എത്തേണ്ടതാണ്. എന്താണെന്നറിയോ? ഒന്നാമത് എനിക്ക് ഷെൽഫ് ഫുഡ് അലർജിയാണ്. എന്നാൽ പോലും നമ്മൾ ഇത്രയും നല്ല കിടിലൻ ഫ്രഷ് ആയിട്ടുള്ള സംഭവം കിട്ടിയാൽ നമ്മൾ വിടാൻ പറ്റുമോ? ഇല്ല. ബാക്കി രാവിലെ മുതൽ രാത്രി മൊത്തം ഞാനിരുന്ന് ചൊറിഞ്ഞോളാന്ന്, എന്നാലും വിടത്തില്ല. ഓക്കെ, വാരങ്ങ് നിൽക്കട്ടെ. അന്നമ്മയുടെ വായിലോട്ട് പോവുകയാണേ. ഇത് നല്ല തേങ്ങാപ്പാലും കാന്താരി ചതച്ചതും ചെറിയൂലും ഒക്കെ ഇട്ട് വെച്ചാൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും. അളിയാ പൊളിച്ച്. ഇതെന്താണ് ചേട്ടാ? റാണ, ഉറക്കെ പറ. റാണ പ്രതാപേ, ഇതെന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഇത് വറുത്തതും പൊരിച്ചതുമാണോ? ഒന്ന് ലൈറ്റ് ഷാലോ ഫ്രൈ അല്ലേ? അതോ പൊരിച്ചെടുക്കുവോ? ഉള്ള കാര്യം ഉള്ള പോലെ പറ ചേട്ടാ. അതായത് ചിക്കൻ പുഴുങ്ങിയിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് സുന്ദര കുട്ടനാക്കി അങ്ങ് പൊരിച്ചെടുക്കുന്നതാണ് ചിക്കൻ റാണ പ്രതാപ്. അത് രണ്ട് ഞാൻ ചേർത്താണ്. ശരിക്കും പേര് ചിക്കൻ റാണ എന്നുള്ളൂ. ഇതിന്റെ മസാലയ്ക്കാണ് പ്രാധാന്യം. അപ്പൊ അതിനു മുമ്പേ നല്ല എരിവായിരുന്നു. ഇത് ഗ്രീൻ ആപ്പിളിന്റെ മൊജിറ്റോ ആണ് കേട്ടോ. ധൈര്യമായിട്ട് കുടിക്കാം, പ്രത്യേകിച്ചും ഡയറ്റ് ചെയ്യുന്നവർക്ക് കുടിക്കാം. നോ ഷുഗർ. പൊളിച്ച്. സാധാരണ എണ്ണയിൽ പൊരിച്ച സാധനമൊക്കെ ഒരു റബ്ബർ പോലെയല്ലേ? നോക്കിക്കേ. ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീല് കിട്ടിയോ? പുരിഞ്ചിരിക്കാ ரொம்ப പ്രമാദമാ ഇருக்கு, ரொம்ப സോഫ്റ്റാ ഇருக்கு. അപ്പൊ നമ്മൾ ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുന്ന ചേട്ടന്മാർക്കൊക്കെ ബീഫ് ഉലർത്തിയതിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും വേണം. നിങ്ങൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും അച്ചാറുണ്ടോ ഇവിടെ? പപ്പായ അച്ചാർ അത് പറയരുത്. അന്നമ്മയുടെ ചാനലിൽ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്പെഷ്യൽ അല്ല, മൈ സ്പെഷ്യൽ. ഇവര് നമ്മുടെ എന്താ പറയാ പപ്പായ അച്ചാർ കട്ടെടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ദാ ബീഫ് നല്ലതേ, ഇതും ഈ തേങ്ങാപ്പത്തും ഒക്കെ ഇട്ട് ഉണ്ടോ
കറപ്പിച്ചതാണ് കേട്ടോ. ഒരു പീസ് മതി നമുക്ക്, ഒറ്റ പീസ്. നമുക്കവിടെ പാലക്കാട് വരെ എത്തണമല്ലോ, അതുകൊണ്ട് ഒരു പീസ് മതി. സോഫ്റ്റ് ആണ് കേട്ടോ, ലെയർ ആയിട്ട് വരുന്നുണ്ട്. സാലഡ് ഒന്നും വേണ്ട, തനിയെ തനിയെ സാപ്പിട്ടാൽ താൻ രുചി വേറെ വേറെ തരും. കൊള്ളാം. കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് വരട്ടിയ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് സൂപ്പറാ. ഇത് ചോറിന്റെ കൂടെ ബെസ്റ്റാ, കാരണം നമുക്ക് ഡ്രൈ ആയിരിക്കുന്നതല്ലേ. ചോറിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ ഈ ബീഫ് അടിപൊളിയാണ് കേട്ടോ. അച്ചാർ ഒന്ന് നോക്കട്ടെ. ഒരു പറഞ്ഞതല്ലേ, നമ്മളെ കടത്തി വിട്ടൊന്ന് നമുക്കൊന്ന് നോക്കണല്ലോ. ഒന്ന് നല്ല സ്ക്വയർ ആയിട്ടല്ലേ ഇട്ടത്. ഒന്ന് മധുരം പാടില്ല. ഇടും, ഞാൻ ശർക്കര ഒരു പിഞ്ചേ പാടുള്ളൂ. അത് അതിന്റെ രുചി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവരുടെ അച്ചാർ ഇവര് നമ്മൾ തോപ്പിച്ചു കേട്ടാ. ബാക്കി എല്ലാ ഡിഷും അടിപൊളി. അച്ചാറിൽ നിങ്ങൾ തോറ്റുപോയി. എന്റെ അച്ചാർ തന്നെയാണ് നല്ലത്. ശർക്കര നമ്മൾ ഇടും, നമ്മുടെ റെസിപ്പിയിൽ ഇടും. അത് നമ്മുടെ റിൻസേച്ചിയുടെ റെസിപ്പിയാണ്. ഒരു നുള്ളില്ല റിൻസേച്ചി. ഇത് ശർക്കര മുന്നിട്ട് നിൽക്കുന്നു, എണ്ണയും കൂടുതലാ ചേട്ടാ. ഇവരുടെ ഇതൊന്ന് വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇവരാണ് ഇപ്പൊ മിക്കവാറും തല്ലി ഓടിക്കുന്നു. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 2-3 തരം നമ്മുടെ റൈസ് ഇരിക്കുന്നുണ്ട്. ആവോലിയുടെ ഒക്കെ ഫ്രൈ ഉണ്ട്, ചിക്കന്റെ ഫ്രൈ ഉണ്ട്, ലോലിപോപ്പുകൾ ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഞങ്ങളൊന്നും നോക്കുന്നില്ല, ഞാൻ മടുത്തു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കണ്ടോ, അന്നമ്മ 10 മാസം ഗർഭിണിയായി, മിക്കവാറും 12 മാസത്തിന്റെ ലെവലായി. ഇനി പോകത്തില്ല ഒന്നും. പക്ഷെ എന്നാൽ പോലും അവരെനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന പായസം ഒരു സ്പൂണ് തരാമോ മുത്തേ? സ്പൂണേ തരാൻ പറഞ്ഞ എന്തിനാന്ന് അറിയാം. നേരത്തെ ഞാൻ എന്റെ വായിലോട്ട് കമത്തിയപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ കഷ്ണങ്ങൾ ഉണ്ടെന്ന്. അത് നിങ്ങൾക്ക് കണ്ടില്ലല്ലോ. ഇത് കണ്ടോ, നമ്മുടെ കരിക്കിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ഇവർ ഇട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ മധുരം ഇല്ലാതെയും പായസം ഉണ്ടാക്കാന്നുള്ളത് ഇവര് തെളിയിച്ചിരിക്കുന്നു. ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. എല്ലാ ഐറ്റവും എനിക്ക് ഇഷ്ടമായി. എനിക്ക് 2 കാര്യത്തിൽ വിയോജിപ്പുള്ളൂ. ഒന്ന്, പപ്പായ അച്ചാർ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതിന്റെ കാരണം ഞാൻ അവരോട് പറഞ്ഞു, മധുരം മുന്നിലാണ്, എണ്ണയും കൂടുതലാണ്. 2, ഇവരുടെ ഫിഷ് മോളി അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഫിഷ് മോളിൽ നിന്നും ഡിഫറെന്റ് ആണ്. കൊഴുപ്പിന് കുറച്ച് അല്പം കശുവണ്ടിയും പച്ചത്തേക്കയൊക്കെ കൂടെ അരച്ച് ഇട്ടാൽ മതി ചേച്ചി. അത് ടേസ്റ്റ് കുറവൊന്നുമല്ല, പക്ഷെ ഇറ്റ്സ് എ ഡിഫറെന്റ് ടേസ്റ്റ്. എന്നാൽ പോലും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആ ബീഫ് റിബ്സ് രക്ഷയില്ല. ഫിഷ്, ബീഫ്, ചിക്കൻ, റാണ പ്രതാപ് ഒക്കെ നല്ലതാണ്. പൊറോട്ട പിന്നെ കുറച്ച് തണുത്തു പോയി, അടിച്ചിട്ട് നേരമായാലോ. ജ്യൂസസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ്. എല്ലാ റിയൽ ഫ്രൂട്ട്സ് തന്നെയാണ്, നമുക്കത് ഫീൽ ചെയ്യും. മധുരമൊന്നുമില്ല, മധുരം ഉണ്ടായിട്ടും തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം ഇവിടെ ഹൈലൈറ്റ്സ്. അപ്പൊ കല്യാണത്തിനെ പുതിയാപ്പിളേനെയും പെണ്ണിനെ റെഡിയാക്കുന്നതിനോടൊപ്പം ഫുഡിന്റെ ഐറ്റം പറയുമ്പോൾ നിങ്ങൾ മറക്കാതെ ഈ പായസം, കരിക്ക് പായസം പറഞ്ഞേ മതിയാവും. ഇത് കുടിക്കട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ വിഷുവെ പെർഫെക്റ്റ് വെഡിങ് ഡേ. ആർക്കാ? ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പുതുമണവാളന്റെയും മണവാട്ടിയുടെയും പേരൻസ് നേരെ ഇങ്ങോട്ട് പിടിച്ചോ. ബ്രൈറ്റ് ഇവന്റ്സ് ലൈവ് കിച്ചൺ. എടപ്പാടുണ്ട്, തിരുവൂരുണ്ട്, പരപ്പനങ്ങാടി ഉണ്ട്. വേണമെങ്കിൽ 5-6 ബ്രാഞ്ച് അവിടെ ഇവിടെ ഒക്കെ തുടങ്ങണമെങ്കിലേ നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, ബൈ ബൈ.